നമസ്കാരം. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണം പാളുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ വിള്ളലും പൊളിഞ്ഞിളകലും. ഇനി മഴ തുടങ്ങിയാൽ എന്താവും ഇതിന്റെ സ്ഥിതി എന്ന് പറയില്ല. പക്ഷെ ഇവർ വാളൊക്കെ കെട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാള് കെട്ടിയതിന്റെ സ്ഥിതി നമ്മൾ കൂരിയാട് കണ്ടു. ഇതിവിടെ വളരെ ഇതായിട്ടുള്ള മണ്ണാണുള്ളത്. ഈ മണ്ണിൽ എത്രത്തോളം ഇത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിൽ പരാതികൾ തുടരുന്നു. മഴ പെയ്താൽ വെള്ളക്കെട്ട് ഭീഷണി. അശാസ്ത്രീയ ഓട നിർമ്മാണം കാരണമെന്ന് ജനങ്ങൾ. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം അവിടെ നിന്ന് കുളത്തിൽ നിന്ന് ഒരുപാട് തോടുകൾ ഇങ്ങോട്ട് വന്ന് ഈ ബൈപ്പാസ് റോഡ് പാസ് ചെയ്ത് പോകണ്ടായിരുന്നു ഇപ്പുറത്തോട്ട്. ഇപ്പോൾ അതെല്ലാം അടച്ച് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് രണ്ട് സൈഡ് ഫുള്ള് വെള്ളമായത്. കുരിശ് വനം വകുപ്പ് നീക്കം ചെയ്തു. ഇടുക്കി തൊമ്മൻകുത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധം. വകുപ്പ് നീക്കം വനവിസ്തൃതി കൂട്ടാനെന്ന് പരാതി. നാടിന് സ്ഥലം വിട്ടു നൽകി ദുരിതത്തിലായ കുടുംബം. വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ വീട്ടുകാർ. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് പട്ടാമ്പി നഗരസഭ. ചെലവിടുന്നത് 6 കോടി. വിശദമായി നോക്കാം. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ നിർമ്മിച്ച പാതയുടെ ഇരുവശങ്ങളും അതീവ ദുർബലാവസ്ഥയിൽ. ബലമില്ലാത്ത മണ്ണ് മഴക്കാലത്ത് എപ്പോൾ വേണമെങ്കിലും കുത്തിയൊലിച്ച് താഴേക്ക് വീഴുമോ എന്ന ആശങ്കയാണ് ഇവിടുത്തുകാർക്കുള്ളത്. കോൺക്രീറ്റ് ഭിത്തിയും വശങ്ങളിലെ കോൺക്രീറ്റ് പേസ്റ്റിംഗും ഒലിച്ചിറങ്ങുന്ന മണ്ണിടിച്ചിലിന് പരിഹാരമാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. NH-66 ഏറ്റവും മികച്ച നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് വട്ടപ്പാറയിലാണ്. വട്ടപ്പാറ വയഡക്റ്റ്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ വട്ടപ്പാറ വയഡക്റ്റിന് തൊട്ടു മുൻപുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. വട്ടപ്പാറയിലേക്ക് ഈ വയഡക്റ്റിലേക്ക് നിർമ്മിച്ച പുതിയ റോഡിൻ്റെ അരികിലുള്ള അവസ്ഥയാണ് ഇത്. ഒരു മല മുറിച്ച് മലയുടെ ഇടയിലൂടെ തീർത്ത വഴിയാണ്. ആ മലയുടെ 2 വശങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളുമായിട്ടുള്ളത്. ഈ ഒരു മണ്ണിൻ്റെ ഘടന നമുക്ക് കണ്ടാൽ അറിയാം. വളരെ വേഗത്തിൽ ബലമില്ലാതെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു ഘടന. ഇവിടെ ഈ മഴയുടെ ഭാഗമായിട്ട് മണ്ണ് ഒലിച്ചിറങ്ങി അടിഞ്ഞുകൂടിയതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയെല്ലാം കോൺക്രീറ്റ് കൊണ്ട് സുരക്ഷാ ഭിത്തി കെട്ടും, എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കുമെന്നൊക്കെയാണ് ഈ ഹൈവേ നിർമ്മിക്കുന്ന അധികൃതരൊക്കെ അതിനെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ബലമില്ലാത്ത ഒരു സുരക്ഷയും ഈ ഒരു മണ്ണിൻ്റെ കാര്യത്തിൽ ആരും നൽകാത്ത ഇടത്താണ് ഈ റോഡ് കടന്നു പോകുന്നത് എന്നൊരു വസ്തുതയാണ്. നമ്മൾ നിർമ്മാണത്തിൻ്റെ അപാകതയെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ നാളെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ പ്രദേശവാസികൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മൾ വളാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർ, ഈ പ്രദേശത്തെ കൗൺസിലർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ വലിയൊരു മലയായിരുന്നു ഇത്. നമ്മളെ അക്കേഷ്യ സോഷ്യൽ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. അക്കേഷ്യ കാട് മുഴുവനായിട്ട് നിന്നൊരു നല്ല ഉയർന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ആ മല ഇപ്പോൾ തുറന്നിട്ടാണ് ഇപ്പോൾ ഇതിലൂടെ ഈ വാഹനങ്ങൾ പോകുന്നത്. ഇനി മഴ തുടങ്ങിയാൽ എന്താവും ഇതിൻ്റെ സ്ഥിതി എന്ന് പറയില്ല. പക്ഷെ ഇവർ വാളൊക്കെ കെട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാള് കെട്ടിയതിൻ്റെ സ്ഥിതി നമ്മൾ കൂരിയാട് കണ്ടു. 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ആളുകൾ അതുപോലെ വാഹനങ്ങൾ പിന്നെ ഇത് പോകുന്നതൊക്കെ പാറക്കെട്ടിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ബലമില്ലാത്ത മണ്ണാണ്. അതെ, ഇതിവിടെ വളരെ ഇതായിട്ടുള്ള മണ്ണാണുള്ളത്. ഈ മണ്ണിൽ എത്രത്തോളം ഇത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒരു വലിയ മഴ പെയ്താൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് മുഴുവനുണ്ട്. അതുകൊണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ഈ പാച്ചിങ് ഒന്നും ഫലപ്രദമാവില്ല എന്നാണ്. ഇതിൻ്റെ ഒരു ഹൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എത്ര ഹൈറ്റിലാണ് ഇത്, എത്രത്തോളം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും നമുക്ക് അവർക്ക് തന്നെ തരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. കാരണം പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ പോലും നിങ്ങൾ കണ്ടില്ലേ, അവിടെ മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് വിഷയത്തിൻ്റെ പിന്നെ അടിസ്ഥാനത്തിൽ ഇതുമൂടി പരിഹരിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെയും പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ പ്രദേശത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു അപകടം നടന്നതിന് ശേഷം നമ്മൾ ആ ഒരു സാഹചര്യത്തെ വിമർശിക്കുന്നതിലല്ല, മറിച്ച് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിലാണ് ഇവിടെ ഇടപെടൽ വേണ്ടത്. മാത്രമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രമാത്രം ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണെല്ലാം ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. മണ്ണിൻ്റെ സ്വഭാവവും അതിൻ്റെ ഘടനയും
മഴ പെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റവും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇവിടെ കൂടുതൽ സംവിധാനങ്ങൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഒരുക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുമ്പോൾ അത് കൂരിയാടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അധികൃതർ കാണേണ്ടതാണ്, തള്ളിക്കളയാൻ പാടുകയുമില്ല. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിൽ നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി പ്രദേശങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിലുള്ളത്. മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നുപോകുന്ന കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നത്. മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ബൈപ്പാസ് നിർമ്മാണത്തിനായി പ്രദേശത്തെ നീർച്ചാലുകൾ മൂടിയതും അശാസ്ത്രീയ ഓട നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ മഴ പെയ്താൽ പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. കാലവർഷം എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകും. ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ മഴവെള്ളം മാസങ്ങളോളം പുരയിടങ്ങളിൽ കെട്ടിനിൽക്കും. ഇതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് രോഗങ്ങൾക്കിടയാക്കും. ദേശീയപാത നിർമ്മാണത്തിനായി വീടിനോട് ചേർന്ന് ഭൂമി വിട്ടു നൽകിയ പലർക്കും ഇപ്പോൾ വീട്ടിൽ കയറാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. ഈ റോഡ് വന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മളാരും ഈ വികസനത്തിനെതിരൊന്നുമല്ല. റോഡ് വന്നാൽ നല്ലത് തന്നെ. നമുക്ക് ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. അത് കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം അവിടെ നിന്ന് കുളത്തിൽ നിന്ന് ഒരുപാട് തോടുകൾ ഇങ്ങോട്ട് വന്ന് ഈ ബൈപ്പാസ് റോഡ് പാസ് ചെയ്ത് പോകണ്ടായിരുന്നു ഇപ്പുറത്തോട്ട്. ഇപ്പം അതെല്ലാം അടച്ച് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് 2 സൈഡ് ഫുള്ള് വെള്ളമാവുകയാണ്. പഞ്ചായത്ത് റോഡുകൾ പലതും വെട്ടിമുറിക്കപ്പെട്ടതോടെ ഈ ഭാഗങ്ങളിലെ വാട്ടർ സപ്ലൈ ലൈനുകളും നഷ്ടമായി. ഇതും പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. പലവട്ടം നാട്ടുകാർ പരാതി നൽകിയെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന നിലപാടിലാണ് അധികൃതർ. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാർ മടങ്ങിയാൽ നാടിന്റെ ദുരിതം ഇതേപടി നിലനിൽക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ആറ്റിങ്ങൽ. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത താഴ്ന്നുപോയെന്ന പരാതിയിൽ വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗം പരിശോധന നടത്തി. പരിശോധന റിപ്പോർട്ട് ഉടൻ പൊതുമരാമത്ത് മന്ത്രിക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 വർഷം മുമ്പ് നവീകരിച്ച എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ ഒരു വശമാണ് താഴ്ന്നുപോയത്. ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് താമരശ്ശേരി സ്വദേശി മജീദ് പരാതി നൽകിയിരുന്നു. ഇതിലാണ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോളർ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. നവീകരണ പ്രവൃത്തിയിലെ അപാകതകൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. ഉടൻ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുമെന്ന് സംഘം പറഞ്ഞു. കൊയിലാണ്ടി താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിക്കായി 228 കോടി രൂപയാണ് KSTP വഴി ചെലവഴിച്ചത്. കരാർ ഏറ്റെടുത്തത് ശ്രീധന്യ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ്. പൂർത്തീകരിച്ചിട്ട് കേവലം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ റോഡിൽ മുക്കം ഭാഗത്തു നിന്ന് താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇടതുഭാഗം പൂർണ്ണമായും താഴ്ന്ന അവസ്ഥയിലാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. ക്രമക്കേട് നടത്തിയവർക്കെതിരെയും മേൽനോട്ട ചുമതലയുള്ള KSTP ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യമുയർന്നു. ഏകദേശം 2.5 വർഷം മുൻപ് ആരംഭിച്ച ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് 1 വർഷം പിന്നിടാണ്. ഈ 1 വർഷം പിന്നിടുന്ന സമയത്ത് തന്നെ ഈ മുക്കം മുതൽ കൊയിലാണ്ടി വരെയുള്ള റോഡിൻ്റെ ഇടതുഭാഗം, അതായത് വാഹനങ്ങൾ ടിപ്പർ ലോറികളടക്കമുള്ള ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ടയറ് പതിയുന്ന ഭാഗം ഒരു ചാല് പോലെ താഴ്ന്നു പോയിരിക്കുകയാണ്. ഇത് കാരണം ഈ റൂട്ടിലൂടെ വരുന്ന ഇരുചക്ര വാഹനങ്ങളും അതേപോലെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും റോട്ടിൽ നിന്ന് പൊളഞ്ഞു കളിക്കുകയും നിയന്ത്രണം വിടുകയും നിരന്തരം അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. റോഡിൽ നിന്ന് വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുക്കാതെ കെട്ടിക്കിടക്കുന്നു എന്ന മുക്കം ഗോതമ്പ് റോഡ് സ്വദേശി ഫൈസലിന്റെ പരാതിയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. KSTP അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ന്യൂസ് 18 മുക്കം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ചവറ പാലത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണ് അടർന്നുമാറിയ സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ബീം സ്ഥാപിച്ച് ഒരു ഭാഗത്ത് കൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ തകർന്നു വീണ ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടത്തി. മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു.
കോതമംഗലം നേര്യമംഗലം നീണ്ടപാറ റോഡ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 7 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. മണിയൻപാറ SNDP ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോണി MLA ഫലകം അനാച്ഛാദനം ചെയ്തു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല പൂച്ചാക്കല്ലിലെ ഗേൾസ് ഹോമിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒരാളെ കണ്ടെത്തി. സൂര്യ അനിൽകുമാറിനെ ഹരിപ്പാട് നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ഇനി ശിവകാമിയെയാണ് കണ്ടെത്താനുള്ളത്. ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് ഇരുവരെയും ഇന്നലെ മുതൽ കാണാതായത്. ഇവിടെ നിന്നും ഇരുവരും ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലൂടെയുള്ള KSRTC ദീർഘദൂര സർവീസുകൾ KN ബാലഗോപാൽ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെട്ട് എറണാകുളം, കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിൽ എത്തുന്ന 3 ബസ്സുകളാണ് പുതുതായി ആരംഭിച്ചത്. പുലർച്ചെ 5:30 പുറപ്പെടുന്ന എറണാകുളം, 6:20 പുറപ്പെടുന്ന കോട്ടയം, 4:30 പുറപ്പെടുന്ന തൊടുപുഴ എന്നീ ബസ്സുകളാണ് പുതിയതായി സർവീസ് ആരംഭിച്ചത്. ഗ്രാമീണ റോഡുകളിലൂടെ കടന്നുപോകുന്ന ബസ്സുകളായതിനാൽ സാധാരണക്കാർക്കും സർവീസ് ഗുണകരമാകും. ബസ്സുകളുടെ കന്നിയോട്ടം ധനമന്ത്രി KN ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വളരെ വലിയ വികസനം ഉണ്ടായി. വളരെ പഴക്കമുള്ള സ്റ്റാൻഡുകളിലൊന്നാണ്. ഈ സ്റ്റാൻഡിൽ കൂടുതൽ സൗകര്യം ഉണ്ടാവേണ്ട ആവശ്യമാണ് കാലോചിതമായി. ഇപ്പോ പുതിയ കെട്ടിട നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ഇതിന് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഏകദേശം 8 കോടിയോളം രൂപ വരുന്ന ഒരു പദ്ധതിയാണ് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന്റെ ആധുനികവൽക്കരണവുമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഷൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ യാത്രക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടുന്ന, ഇരിക്കാൻ വെയിറ്റിംഗ് സ്ഥലവും നല്ല റെസ്റ്റോറന്റും എല്ലാം അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ബസ് സ്റ്റാൻഡിനകത്ത് വരും. കണ്ടക്ടർമാർക്ക് ATM മെഷീനും ഡ്രൈവർക്ക് വേബിലും മന്ത്രി നൽകി. കൊട്ടാരക്കരയിലെ KSRTC ബസ് സ്റ്റാൻഡ്, ഗ്യാരേജ് എന്നിവയുടെ നവീകരണവും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് സെന്റ് തോമസ് ഇടവക വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് നീക്കം ചെയ്ത സംഭവത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധം തുടരുന്നു. കാളിയാർ ഫെറോനയ്ക്ക് കീഴിലെ 5 ഇടവകയിൽ നിന്നുള്ള വിശ്വാസികൾ കാളിയാർ റേഞ്ചിംഗ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവത്തിൽ വനംവകുപ്പിനെതിരെ പരസ്യ പ്രതിഷേധവുമായി നേരത്തെ കോൺഗ്രസും CPM രംഗത്തെത്തിയിരുന്നു. ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ വനംവകുപ്പ് അതിക്രമം നടത്തുന്നുവെന്നാരോപിച്ച പ്രതിഷേധം കടുപ്പിക്കുകയാണ് മലയോര ജനത. ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കുമ്പോഴും വനവിസ്തൃതി കൂട്ടാൻ ആണ് വനംവകുപ്പ് തിടുക്കം കാണിക്കുന്നത് എന്നാണ് ആരോപണം. തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് പള്ളി സ്ഥാപിച്ച കുരിശ് നീക്കം ചെയ്തത് ഇതിന് ഉദാഹരണമാണ് എന്നും വിശ്വാസികൾ പരാതിപ്പെടുന്നു. കൈവശാവകാശ രേഖയുള്ളതും പട്ടയാപേക്ഷ നൽകിയിട്ടുള്ളതുമായ ഭൂമിയിൽ നിന്നാണ് വനംവകുപ്പ് കുരിശ് നീക്കം ചെയ്തത് എന്ന് ഇവർ പറയുന്നു. സ്ഥലത്തിന് ഉറപ്പുണ്ട്, അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരുടെ വിവരങ്ങളുണ്ട്, അവിടുത്തെ കൃഷിയെ പറ്റിയുള്ള തെളിവുകളുണ്ട്, റേഷൻ കാർഡുകളുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷന്റെ കാര്യമുണ്ട്. എത്ര വർഷം എന്നുള്ളതിന് ആദ്യകാലത്ത് പട്ടയത്തിന് വേണ്ടി അപേക്ഷിച്ചതിൽപ്പെട്ടതാണ് സ്ഥലമെല്ലാം. അതുകൊണ്ട് സ്ഥലത്തിന്റെ പഴക്കത്തെപ്പറ്റി ഒരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അനധികൃതമായിട്ട് വന്ന് കുരിശെടുത്തു പോയതാണ് ഫോറസ്റ്റുകാരാണ്. അത് തെറ്റായ നടപടിയാണ്. വനം, റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വേരിഫിക്കേഷനിൽ വനഭൂമി എന്ന് കണ്ടെത്തിയതിനാലാണ് കുരിശു പൊളിച്ചത് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വണ്ണപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ജോയിന്റ് വേരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെന്നും പട്ടയ സാധ്യതയുള്ള മേഖലയാണ് എന്നും നാട്ടുകാർ വാദിക്കുന്നു. സർക്കാർ വാർഷിക പരിപാടിക്കായി മുഖ്യമന്ത്രി ജില്ലയിൽ എത്തിയപ്പോൾ കുരിശ് നീക്കം ചെയ്ത വിഷയം അടക്കം ധരിപ്പിച്ചതായി വൈദികർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. പൊതുനന്മയ്ക്കായി സ്ഥലം നൽകി ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി വാഴത്തോപ്പിലെ ചിന്നമ്മയും കുടുംബവും. വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് അപകടാവസ്ഥയിലായി. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പയനാവ് പേപ്പാറ അശോക കവല റോഡ് നിർമ്മിച്ചത്. 22 കിലോമീറ്റർ റോഡ് BM ആൻഡ് BC നിലവാരത്തിൽ പണിയാൻ 122 കോടി രൂപയും അനുവദിച്ചു. പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മ സ്വന്തം പേരിലുള്ള പട്ടയ ഭൂമിയും വിട്ടു നൽകി. ഈ ഭാഗത്തിന് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് PWD അധികൃതർ വാക്ക് നൽകിയതുകൊണ്ടാണ് ഇവർ സ്ഥലം വിട്ടു നൽകിയത്. എന്നാൽ കരാറുകാരൻ വാക്ക് പാലിച്ചില്ല. വീടിനോട് ചേർന്ന് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ്.
മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഇവിടെ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങാൻ ഒരു രക്ഷയില്ല. എപ്പോഴാണ് മണ്ണിടിഞ്ഞ് ചാടുന്നതെന്ന് അറിയാൻ പാടില്ല. വണ്ടി വെയിൽ തെളിഞ്ഞ വണ്ടി പോയി കഴിയുമ്പോൾ പൊടി കാരണം എനിക്ക് ശ്വാസം മുട്ട് വീട്ടിലിരിക്കാൻ പാടില്ല. വലിയ വണ്ടിയുടെ കല്ല് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് പണിതപ്പം മുതൽ കെട്ടിത്തരാൻ ഇതുവരെ കെട്ടി തന്നിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ കരാറുകാരൻ പണികൾ നിർത്തിവെച്ചു. ഇതോടെ 100 മീറ്റർ മാത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അധികൃതരും കരാറുകാരന് ഒത്താശ ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 50 മീറ്റർ പരിസരത്ത് ഈ വഴി എത്രയും പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ KSTP ഒരു വണ്ടി പൈനാവിൽ നിന്ന് പുറപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ അറിയും. ആ വണ്ടി ഞങ്ങൾ തടഞ്ഞിരിക്കും. അത് പോലീസ് സെക്യൂരിറ്റിയോ പട്ടാളോ ആര് വന്നാലും അവരെ ഈ വഴിക്ക് ഞങ്ങൾ കടത്തിവിടത്തില്ല. മഴ ശക്തമാകുന്നതോടെ വീടിന് മുകളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 6 അംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത്. 2018 പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടായ പ്രദേശത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നത്. ചിന്നമ്മയ്ക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി പൂർത്തീകരിച്ച് റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ഒരു കൂട്ടം യുവതി-യുവാക്കൾ കേരള തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് തണലോരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തെക്കൻ കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ പാറശാല മുതൽ വെള്ളറട വരെയുള്ള 10 പ്രധാന ജംഗ്ഷനുകളിലാണ് സന്ദേശയാത്രയുമായി യുവജന സംഘം എത്തിയത്. യാത്രയെത്തിയ എല്ലായിടത്തും ജനപ്രതിനിധികളെയും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ നൽകി. പാറശാല ജംഗ്ഷനിൽ നെയ്യാറ്റിങ്കര DYSP S ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്ത സന്ദേശയാത്രയിൽ ബൈക്ക് റാലി, വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ്, വിവിധ കലാപരിപാടികൾ, എക്സൈസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു. പാറശാല സബ് ഇൻസ്പെക്ടർ ദീപു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തോമസ്, തമിഴ്നാട് പളുകൽ പോലീസ് ഇൻസ്പെക്ടർ ഇന്ദുചൂടൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. വെള്ളറട ജംഗ്ഷനിൽ ചേർന്ന സമാപന യോഗം വെള്ളറട പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളറട വികസന സമിതി അംഗങ്ങളായ രതീഷ്, സത്യശീലൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ഗതകാല സ്മൃതികൾ പേറുന്ന ഓടനാടിനെ ഒറ്റ ക്യാൻവാസിലാക്കിയ താന്ത്രിക് ആർട്ട് കലാകാരൻ രാജേഷ് ആചാര്യയുടെ കലാസൃഷ്ടി ശ്രദ്ധേയമാകുന്നു. കായംകുളം നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രതിഭ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് രാജേഷ് ആചാര്യ ഇത് വരച്ചത്. കൃഷ്ണപുരം കൊട്ടാരം, KPCC, കായംകുളം കായൽ, മത്സ്യകന്യക ശില്പം, കൂട്ടം വാതുക്കൽ കടവ് പാലം, ആരാധനാലയങ്ങൾ, കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ, ഓച്ചിറക്കാള മുതൽ ചെട്ടിക്കുളങ്ങര കുംഭഭരണിക്ക് അണിയിച്ചൊരുക്കുന്ന കുതിരകൾ, തേരുകൾ തുടങ്ങിയവ രാജേഷ് ആചാര്യയുടെ കലാസൃഷ്ടിയിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയും ക്യാൻവാസിൽ ഇടം പിടിച്ചു. കായംകുളം നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഇതിലുണ്ട്. പ്രതിഭ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവയൊക്കെ ക്യാൻവാസിലാക്കിയതെന്ന് രാജേഷ് പറഞ്ഞു. MLAയുടെ ചിത്രവും ഉൾപ്പെടുത്തി അവർക്ക് തന്നെയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കായംകുളത്തിൻ്റെ എല്ലാം ചേരുന്ന ഒരു ചിത്രം പ്രിയപ്പെട്ട ചിത്രകാരൻ, വളരെ ടാലൻറ്റഡ് ആണ് ശ്രീ രാജേഷ് ആചാര്യയോട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന താന്ത്രിക് ആർട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കായംകുളത്തിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞപ്പം ഈ ചിത്രം നോക്കി നമുക്കറിയാം. എനിക്ക് ഇവിടുത്തെ 6 പഞ്ചായത്ത് നഗരസഭ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കായംകുളത്തിൻ്റെ വള്ളംകളി വന്നിട്ടുണ്ട്, കെട്ടുകാഴ്ചകൾ വന്നിട്ടുണ്ട്, കായംകുളം കൊച്ചുണ്ണി വന്നിട്ടുണ്ട്, KPSC വന്നിട്ടുണ്ട്, നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം വന്നിട്ടുണ്ട്. ഇതിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കായംകുളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്യാൻവാസിൽ നമ്മുടെ കായംകുളത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ ചെലവഴിച്ചാണ് ചിത്രം തീർത്തത്. കായംകുളം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പഞ്ചായത്തുകളെ അതേ ദിക്കിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായംകുളത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ ഇത്തരത്തിൽ വരയ്ക്കുമെന്ന് രാജേഷ് ആചാര്യ പറഞ്ഞു. ന്യൂസ് 18 കായംകുളം. കാറ്റും കാഴ്ചകളും തേടിയൊരു യാത്ര പോയാലോ? അതും ഇടുക്കിയിലെ ചതുരംഗപ്പാറയിലേക്ക്. കാണാം തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ച സമ്മാനിക്കുന്ന ചതുരംഗപ്പാറയുടെ വിശേഷങ്ങൾ. സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, മലമുകളിൽ കാറ്റിനെ തടഞ്ഞു നിൽക്കുന്ന കാറ്റാടികൾ, താഴ്വാരത്തിലെ കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലനിരകൾ, അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ചതുരംഗപ്പാറയിൽ.
ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിൽ വരെ വാഹനങ്ങളിലെത്താം എന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത. ട്രെക്കിങ്ങിനും അനുയോജ്യം. കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. കള്ളിപ്പാറ മലയിൽ നിന്ന് ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയുമുണ്ട്. ഏലമലകളുടെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെയും കാഴ്ച ആസ്വദിച്ച് ജീപ്പിൽ യാത്ര ചെയ്യാം. ചാരപ്പാറ വ്യൂ പോയിന്റാണ്. ഇപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ്, ഇപ്പുറത്ത് പോയാൽ ചാരപ്പാറയാണ്. നമ്മൾ തമിഴ്നാടാണ്. വേറെ ആൾക്കാർ ഒട്ടേറെ ആൾക്കാർ KSRTC ഉല്ലാസയാത്രയായിട്ട് ഇഷ്ടംപോലെ KSRTC വരുന്നുണ്ട്. ഇന്നും പറവം ബസ് ഉണ്ടായിരുന്നു, ആലുവ ബസ് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം KSRTC ഉണ്ടായിരുന്നു. നമ്മൾ പാക്കേജായിട്ട് എടുക്കുന്നതാണ്. ഒരാൾക്ക് 150 രൂപ വെച്ച് 2 പോയിന്റ് കാണിച്ച് 1 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യും, തിരിച്ചെടുಕೊಂಡು നടക്കുന്നു. അതുകൊണ്ട് സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കുറച്ചു വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായി ചതുരംഗപ്പാറ മാറി. KSRTCയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക. ന്യൂസ് 18 ഇടുക്കി. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങി പട്ടാമ്പി നഗരസഭ. അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് സോളാർ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി തെരഞ്ഞെടുത്ത പൊതു ഇടങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടാമ്പി നഗരസഭയിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 6.5 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ വൈദ്യുതി KSEBക്ക് നൽകുന്നതിലൂടെ നഗരസഭയ്ക്ക് വന്നിരുന്ന ഭീമമായ വൈദ്യുതി ബിൽ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി നഗരസഭാ കാര്യാലയം, ഗവൺമെന്റ് സ്കൂളുകൾ, മത്സ്യമാർക്കറ്റ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, പമ്പ് ഹൗസ്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പദ്ധതി നടപ്പാക്കും. ഇതോടൊപ്പം നഗരസഭയ്ക്ക് കീഴിലുള്ള കളിസ്ഥലങ്ങളിൽ ഫ്ലഡ് ലൈറ്റും നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ആദ്യഘട്ടം എന്ന നിലക്ക് 1,47,00,000 രൂപയുടെ ഓർഡറാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം 2-3 ദിവസത്തിനകം തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. തുടർന്ന് പട്ടാമ്പി റോഡ് പണി പൂർത്തീകരിക്കുന്നതോടുകൂടി റോഡിലെ ഇരുവശങ്ങളിലുള്ള മുഴുവൻ ലൈറ്റുകൾക്കും ആവശ്യമായ ഫണ്ട് ഇതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലുള്ള 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടലൂർ എന്നീ 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഫ്ലഡ് ലൈറ്റ് ആക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പ്ലാന്റ്, അതിൻ്റെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ സോളാർ ആക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ സ്ഥാപനങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും പട്ടാമ്പി നഗരസഭ ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 പട്ടാമ്പി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ വിഭജനം പൂർത്തിയായി. സംസ്ഥാനത്ത് 1375 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ പുതുതായി വരും. ഇതോടെ ആകെ പഞ്ചായത്ത് വാർഡുകൾ 17,337ആയി. 941 പഞ്ചായത്തുകളിലായാണ് ഇത്രയും വാർഡുകൾ. ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡ് വിഭജനം അന്തിമമാക്കി ഈ മാസം അവസാനം വിജ്ഞാപനമിറങ്ങും. ഡിസംബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കേണ്ടത്. ഒരു കാലത്തും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര പ്രതിസന്ധികൾ സർക്കാർ നേരിടേണ്ടി വന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർഹമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ LDF സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം, കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം, അതിനു പുറമെ എടുക്കുന്ന കടം, ഇതെല്ലാമാണ് സംസ്ഥാനത്തിന്റെ വരുമാനം. പക്ഷേ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ന്യായമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കരവിരുതിന്റെ വേറിട്ട കാഴ്ചകൾ ഒരുക്കി പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ഥിരമായി ചിത്രങ്ങൾ കാണാൻ പട്ടാമ്പിയിൽ ഒരിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു സംഘാടകർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കരവിരുതിന്റെ കലാസൃഷ്ടിയിൽ ക്യാൻവാസിൽ തെളിഞ്ഞു വന്ന ഒരു കൂട്ടം ചിത്രങ്ങളാണ് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചത്. മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിൽ ക്യാൻവാസിൽ ഓയിൽ പെയിന്റിലാണ് ചിത്രശില്പ കലാപ്രവർത്തകർ വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത്.
പട്ടാമ്പി പ്രദേശത്തെ ചിത്രശില്പ കലാപ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പി അഥവാ ക്യാമ്പ് എന്നത്. 23 പേരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ ചിത്രകലാ ക്യാമ്പ് ഒരുക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട സംഘടന ഇതിനകം നിരവധി ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ചിത്രകലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലയിലെ ആളുകളാണ് പങ്കെടുക്കുന്നത്. ചിത്രകല ജന്മസിദ്ധമായ കഴിവുള്ളവരും അതുപോലെ അക്കാദമിക് പഠനം പൂർത്തിയാക്കിയ ആൾക്കാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തൊഴിൽപരമായും ജീവിതശൈലിയുടെ ഭാഗമായും കലാസൃഷ്ടി നടത്തുന്ന നിരവധി പേരുണ്ട്. ഇവരിൽ പലരും തങ്ങളുടെ കലാസൃഷ്ടികൾ പലയിടത്തും പ്രദർശനങ്ങൾ നടത്തി കാഴ്ചയുടെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയവരാണ്. ജന്മസിദ്ധമായും അക്കാദമിക് പഠനം വഴി മികവ് നേടിയെടുത്ത പ്രതിഭകൾക്ക് ഒത്തുചേരുവാനും പ്രദർശനം നടത്തുവാനും ഒരു വേദിയായി പ്രവർത്തിക്കാനാണ് ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി ഒരു ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും സംഘടന ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.